ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അനന്തമാഷും തന്റെ 5 പെൺമക്കളും കൂടി അമ്മയുടെ തറവാടായ കല്യാശ്ശേരിയിലേക്ക് താമസം മാറുകയാണ്. എല്ലാവരും കൂടെ കൂടും കുടുക്കയും എല്ലാം എടുത്ത് വണ്ടിയിൽ പെറുക്കി വെച്ച് കല്യാശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴോ നമ്മുടെ രഘു ആണ് ഡോറെല്ലാം തുറക്കുന്നത് കേട്ടോ. കീ ഇട്ടിട്ട് തിരിച്ചിട്ടൊന്നും തുറക്കാൻ കഴിയുന്നില്ല കേട്ടോ. അമ്മാവ, ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് രഘു പറയാണ്. അപ്പോഴേക്കും നമ്മുടെ തമ്പായി ചെറിയച്ഛനും പരിവാരങ്ങളും കൂടി അങ്ങോട്ട് പുറപ്പെട്ടു കേട്ടോ. എന്നിട്ട് നിങ്ങളിൽ ചിലര് തറവാടിനോടും ആചാരങ്ങളോടുമുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും വന്നതല്ലേന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ട് അനന്തമാഷ് ഒന്ന് പരുങ്ങാണ്. എന്താ ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന്. മാത്രമല്ല, ഇയാൾ അത്യാവശ്യം കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ഉള്ള ആളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി തങ്ങൾക്ക് വേണ്ടി ഇയാൾ എന്തെങ്കിലും കൂടോത്രം കരുതിയിട്ടുണ്ടാവുമോ എന്നൊക്കെയാണ് എല്ലാവരുടെയും മുഖത്തുള്ളത് കേട്ടോ. എല്ലാരും കേറൂ, ആരും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേറിയിരിക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ തമ്പായി ചെറിയച്ഛൻ വന്നതിന് ശേഷമാണ് കഥകൊക്കെ തുറന്നത് കേട്ടോ. അങ്ങേര് വേറെ പൂട്ടിയതായിരിക്കും മിക്കവാറും. എന്തായാലും ഇത്രയും നാള് സുശീലയുടെ ഒരാളുടെ ഉപദ്രവം മാത്രമേ അനന്തമാഷിനും കുടുംബത്തിനും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് പുതിയൊരു കഥാപാത്രം കൂടി എത്തിയിരിക്കുകയാണ്, തമ്പായി ചെറിയച്ഛൻ. ഇത്രയും കാലം സുശീലയുടെ അധർമ്മവും അതേപോലെ തന്നെ മന്ത്രവാദവും ആഭിചാരവും എന്തൊക്കെയോ ചെയ്ത് ജോത്സ്യനെയും മന്ത്രവാദിനെയും ഒക്കെ കണ്ട് അനന്തമാഷും കുടുംബവും നശിച്ചു പോകാൻ വേണ്ടി പരമാവധി തന്നാൽ കഴിയാവുന്ന സംഭാവനകളെല്ലാം സുശീല നൽകിയിട്ടുണ്ട്. ഇതിപ്പോ സുശീല ഒരു സൈഡിൽ നിന്ന് ഒതുങ്ങുമ്പോ അടുത്തതായിട്ട് തമ്പായി ചെറിയച്ഛന്റെ വകയാണ് കേട്ടോ പുതിയ മന്ത്രവാദമൊക്കെ. ഇതേ സമയത്ത് നമ്മുടെ സുശീലയാണെങ്കിലും നമ്മുടെ അനുപമ ഇപ്പൊ കോടീശ്വരിയാണ് എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഹർഷയെ ചെറുതായിട്ടൊന്ന് കൈയൊഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്ദ്രനോട് പറഞ്ഞിട്ടുണ്ട്, നീ തൽക്കാലം അനുപമയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം ഹർഷയ്ക്ക് കൊടുത്ത വാക്ക് നമുക്ക് പെട്ടെന്നൊന്നും മാറ്റി പറയാൻ പറ്റത്തില്ല. നിനക്കറിയാലോ, കൂടെ നിന്നാ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലുന്ന് പറഞ്ഞത് അവളുടെ സ്വഭാവം. അതുകൊണ്ട് അവളുടെ ഡെലിവറി കഴിയുന്നത് വരെ അവളെ പിടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൾ പ്രസവം കഴിഞ്ഞ ഒരു കുഞ്ഞു ആയി കഴിഞ്ഞാലേ ആ കുഞ്ഞിനെ നോക്കി അങ്ങ് ജീവിച്ചോളും. പിന്നെ അവളെ കൊണ്ട് നമുക്ക് ശല്യമൊന്നും ഉണ്ടാവത്തില്ല. അമ്മ പിന്നെ പുതിയോരോ കരാർ ഹർഷയായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് ഇന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. കാരണം എനിക്കും അറിയാം, ഹർഷയെ അങ്ങനെ കൂടെ കൊണ്ട് നടന്നാല് നമുക്ക് തന്നെ ഒരു പാമ്പിനെ പോലെ അവള് നമ്മളെ തന്നെ ചുറ്റി ഉപദ്രവിക്കാൻ തുടങ്ങുന്ന എനിക്കറിയാമെന്ന് സുശീലയും പറയാം കേട്ടോ. അങ്ങനെ നീ എന്തായാലും അനുപമയോട് നല്ലോണം നിന്നോ, മോനെ പോയി കണ്ടോ. നിനക്ക് വേണമെങ്കിൽ കല്യാശ്ശേരിയിൽ കുറച്ച് ദിവസം താമസിക്കുകയും ചെയ്യാലോ. പിന്നെ ആ രഘു എല്ലാം അടിച്ചെടുക്കുന്നോന്ന് നീ ശ്രദ്ധിച്ചോണം. അറിയാലോ, അവന്റെ കടം വീട്ടാനാ അതിന് 25 ലക്ഷം എടുത്തു കൊടുത്തത്. പിന്നെ നിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സ്ത്രീധനൊന്നും അനന്തമാഷ് നിനക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചറിഞ്ഞ് എല്ലാം വാങ്ങിക്കാനേ അമ്മയുടെ സ്വത്ത് വീതം വെച്ചുകൊണ്ട് തരാൻ നീ നിന്റെ ഭാര്യയോടൊന്ന് പറയണം. എന്റെ അമ്മയാതെ ഇനി ഇപ്പൊ ഒന്നും പേരിലൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ പോവുകയാണ് കേട്ടോ. എന്തായാലും സുശീല ആകെ ആള് മാറിയിട്ടുണ്ട്. മരുമകള് കോടീശ്വരിയായെന്ന് അറിഞ്ഞതോടുകൂടി സുശീലക്ക് ഇനിയിപ്പൊ എങ്ങനെയാ കല്യാശ്ശേരി മൊത്തമായിട്ട് സുശീലയുടെ കാഴ്ചവട്ടിലാക്കണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. എന്തായാലും അനന്തമാഷിനും മക്കൾക്കും മരുമക്കൾക്കും എല്ലാം കൂടി പുതിയ എതിരാളി വന്നതോടുകൂടി തൽക്കാലം മരുമക്കളുടെ ഭാഗത്തു നിന്നുള്ള ശല്യം കൂടി ഒഴിവായി കിട്ടുകയാണ് കേട്ടോ. വിനയനാണെങ്കിലോ ഇപ്പൊ നല്ല രീതിയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാരെയും വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട്. പക്ഷെ ചീരു മാത്രം വിനയനെ വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടില്ല കേട്ടോ. എങ്ങനെ വിശ്വസിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണോ വിനയൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? ഒരു പെണ്ണിനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റാത്തത്ര നീചമായ പ്രവർത്തികളാണ് വിനയൻ നമ്മുടെ ചീരുവിനോട് ചെയ്തിരിക്കുന്നത്. എല്ലാം പൊറുക്കാനും എന്താ പറയാ, വീണ്ടും ഒരു അവസരം കൂടി വിനയന് കൊടുക്കാനുമാണ് കുടുംബത്തിലുള്ള എല്ലാവരും പറയുന്നത്. അനുപമ പിന്നെ നന്മമരമായതുകൊണ്ട് അവൾക്ക് ക്ഷമിക്കാനുള്ള ആ ഒരു ഇത് കൂടുതലാണ്. പക്ഷെ ചീരു ഒരിക്കലും ക്ഷമിക്കണമെന്നും വിനയനെ സ്വീകരിക്കണമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിനയൻ എന്താ പറയാ, തുടക്കം തൊട്ട് തന്നെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഉണ്ടായിരുന്നത്. വിനയന്റെ കൂടെ ഇനിയുള്ള ജീവിതവും വിനയൻ ഇനി സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ, കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ സൈക്കോ സ്വഭാവം എടുക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചീരുവിന്റെ സ്റ്റാൻഡ് തന്നെയാണ് നല്ലത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് പോവുകയാണ്. ദയയുടെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല. മഞ്ചാടിയോട് മാത്രമായിരുന്നു അവള് നേരിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മഞ്ചാടിയും കാര്യം പറഞ്ഞു. ചേച്ചിയുടെ തെറ്റുകൾക്കെല്ലാം ചേച്ചി എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ ചേച്ചിയാണെന്നോർത്ത് ഞാൻ ക്ഷമിക്കും. അതുപോലെ മറ്റുള്ളവർ ക്ഷമിക്കണം എന്നില്ല. അവരെന്തേലും പറയുമ്പോ ചേച്ചിമാരാണെന്നോർത്ത് ചേച്ചിക്ക് ക്ഷമിക്കാലോ എന്നെല്ലാം മഞ്ചാടി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ദയക്ക് പിടിക്കുന്നില്ല. ദയക്ക് എത്രയും പെട്ടെന്ന് കല്യാശ്ശേരിയിൽ എത്തണമെന്നും അവിടുത്തെ അന്തരീക്ഷത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്.
അങ്ങനെ എന്തായാലും എല്ലാവരും കൂടെ കല്യാശ്ശേരിയിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ എന്തായാലും നമ്മുടെ ശബരിയും ദയയെ വന്ന് വിളിക്കുമായിരിക്കും. ദയയുടെ മനസ്സിൽ ശബരിയോട് എന്തായാലും സ്നേഹമൊക്കെ ഉണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശബരിയുടെ കൂടെ പോവാതെ തിരിഞ്ഞു പോകുമ്പോൾ ശബരി പോകുന്നത് നോക്കി ആ മിററിലൂടെ നമ്മുടെ ദയ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ ദയയുടെ മനസ്സിൽ ശബരി ഒന്നുകൂടി സ്നേഹത്തോടെ വിളിച്ചാല് പോവാന്നുള്ളൊരു മനോഭാവമാണ് ദയക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കല്യാശ്ശേരിയിലെ ആ അമ്മയുടെ തറവാടും അതിന്റെ ആ സ്വത്തുക്കളും ഒക്കെ അനുഭവിക്കാൻ അനന്തമാഷിനും മക്കൾക്കും യോഗം ഉണ്ടാവോ, അതോ തമ്പായി ചെറിയച്ഛൻ തീർക്കുന്ന പുതിയ ഓരോ പ്രശ്നത്തിലകപ്പെട്ട് വീണ്ടും വീണ്ടും കുരുക്കുകളിൽ നിന്ന് മുറുക്കുരുക്കുകളിലേക്ക് ആവുമോ അനന്തമാഷിന്റെയും മക്കളുടെയും ജീവിതം എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും തമ്പായി ചെറിയച്ഛനെ നേരിടാൻ നമുക്ക് അവിടെ അനന്തമാഷിന്റെ 4 മരുമക്കള് കൂട്ടിനുണ്ടാവാൻ മതി. കാരണം കോടിക്കണക്കിന് സ്വത്തുക്കൾ കിട്ടാനുള്ളതല്ലേ. ഇന്ദ്രൻ എന്തായാലും കട്ടയ്ക്ക് നിൽക്കും. പിന്നെ രഘുവിന്റെ കാര്യം അറിയാലോ, സ്വത്തിനാണെങ്കിലും അല്ലാതെ ആണെങ്കിലും രഘു എന്തായാലും എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. വീണ്ടും അടുത്ത കിള്ള വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.